LPG സിലിണ്ടറുകളുടെ വിലയിലും ബുക്കിംഗ് നിയമത്തിലും മെയ് 1 മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. രാജ്യത്തെ 3 പ്രമുഖ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ കരിഞ്ചന്ത തടയുന്നതിനും സബ്സിഡി ഗ്യാസ് നിയമവിരുദ്ധമായി വിറ്റൊഴിക്കൽ തടയുന്നതിനുമായി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. LPG ബുക്കിംഗിൽ മാറ്റം. LPG ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. വിതരണവും ആവശ്യകതയും നിയന്ത്രിക്കുന്നതിനായി നിരവധി നടപടികൾ മന്ത്രാലയം ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗ് ഇടവേള 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമാക്കി. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. ഈ കാലയളവിന് മുമ്പ് നടന്ന യാതൊരു ബുക്കിങ്ങിനും യാന്ത്രികമായി തടയാനാണ് തീരുമാനം. OTP നൽകാതെ സിലിണ്ടർ കിട്ടില്ല. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മെയ് 1 മുതൽ LPG സിലിണ്ടർ ലഭിക്കണമെങ്കിൽ OTP നൽകേണ്ടതായിട്ട് വരും. ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് നിർബന്ധമാക്കും. ഫിസിക്കൽ ബ്ലൂ ബുക്ക് അല്ലെങ്കിൽ രസീത് കാണിച്ച് LPG സിലിണ്ടർ ലഭിക്കുന്ന സംവിധാനം നിർത്തും. റീഫിൽ ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP എത്തും. ഗ്യാസ് സിലിണ്ടർ കരിഞ്ചന്ത വിൽപ്പന തടയുന്നതിനാണ് ഈ നടപടി. ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് അടിസ്ഥാനമാക്കി വിതരണം നടക്കും. ഇതിനോടകം തന്നെ ഏകദേശം 94.5% വിതരണം ഈ രീതിയിലാണെന്ന് സർക്കാർ പറയുന്നു. LPG വിലയിൽ മാറ്റമുണ്ടാകുമോ? US, ഇറാൻ, ഇസ്രായേൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപ വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 250 രൂപയോളം വർധനയുണ്ടായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 തവണയാണ് LPG സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായത്. അതുകൊണ്ട് തന്നെ മെയ് 1 മുതൽ വില വീണ്ടും മാറിയേക്കാമെന്നാണ് പ്രതീക്ഷ. ഇനി LPG വിതരണത്തിൽ തടസ്സമുണ്ടോ? നിലവിൽ രാജ്യത്തെ LPG പ്രതിസന്ധി ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത്. പ്രതിദിനം ഏകദേശം 80,000 ടൺ LPG ആവശ്യമാണ്. ആഭ്യന്തര ഉൽപാദനം ഏകദേശം 46,000 ടണ്ണാണ്. എന്നാൽ ആവശ്യമായ അളവിൽ LPG ലഭ്യമാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. രാജ്യം ഇന്ധന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ലെന്ന ഉറപ്പും സർക്കാർ നൽകുന്നു. നിലവിൽ ആശങ്കകൾക്ക് സാഹചര്യമില്ല. ബുക്ക് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവർക്കും LPG വിതരണം ചെയ്യും.